ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു സെൻറ്റൻസിൽ വചനത്തിന് എവിടേക്കാണ് ചേഞ്ച് വരുന്നതെന്ന്. നമ്മൾ ഏകവചനവും ബഹുവചനവും പഠിച്ചല്ലോ. ഇന്ന് ഒരു സെൻറ്റൻസിൽ ഏകവചനത്തിനും ബഹുവചനത്തിനും ഏതെല്ലാം വിഷയങ്ങളിൽ മാറ്റം വരുന്നു എന്ന് ശ്രദ്ധിക്കാം. ഒരു സെൻറ്റൻസിൽ വചനത്തിൻ്റെ സ്ഥാനം വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് അത് സിമ്പിളായിട്ട് ഓരോന്നോരോന്ന് പഠിച്ചു പോകാം. നോക്കി, ഒരു എക്സാമ്പിൾ, ഒരു സെൻറ്റൻസ് എഴുതാം. लिखा पड़ता है, लिखे पड़ते हैं, वह अच्छा लिखा है, वे अच्छे लिखे हैं. ഈ സെൻറ്റൻസിൻ്റെ പ്രത്യേകത നോക്കിയേ. लिखा पड़ता है, लिखा पड़ता है, लिखे पड़ते हैं, वह अच्छा लिखा है, वे अच्छे लिखे हैं. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലിക്ക, ഇവിടെ നാമം എന്ന് പറയും, നമ്മൾ സംഖ്യ എന്ന് പറയും, ഹിന്ദിയിൽ സംഖ്യ എന്ന് പറയും. ലിക്ക പട്ട ഹേ, ആൺകുട്ടി പഠിക്കുന്നു. ആൺകുട്ടി ഇവിടെ സംഖ്യയാണ് സബ്ജക്റ്റ് എന്ന് പറയും. പട്ടാഹി എന്നുള്ളത് ക്രിയയാണ്, പഠിക്കുന്നു. ഇവിടെ ലെക്കെ, ആ ലെക്ക എന്നുള്ളത് അടുത്ത സെൻറ്റൻസ് വന്നപ്പോൾ ലെക്കേന്നായി, ആൺകുട്ടികൾ. പട്ടേ ഹൈം, പഠിക്കുന്നു. ഇത് ക്രിയയാണ്. പട്ട എന്നുള്ളത് പട്ടേന്നായി, ഇവിടെ ഹേ എന്നുള്ളത് ഹൈമായി. ഇവിടെ ഏകോചനം ലെക്ക ഏകോചനം, ഇവിടെ ലെക്കയായി ബഹുവചനം. പട്ടാഹേ എന്നുള്ളത് ഏകോചനാണ്. അതിവിടെ വന്നപ്പോൾ ഈ രണ്ടാമത്തെ സെൻറ്റൻസിൽ പട്ടേ ഹൈന്നായി. അവർ നോക്കി, വാഹ് അച്ഛ ലെക്ക ഹേ, അവൻ നല്ല കുട്ടി ആകുന്നു. വേ രണ്ടാമത്തെ സെൻറ്റൻസ് ആയപ്പോഴത്തേക്കും വഹ് എന്നുള്ളത് വേ ആയിട്ട് മാറി. അതിൻ്റെ ബഹുവചനം, വഹിൻ്റെ ബഹുവചനം വേ ആയിട്ട് മാറി. ഇവിടെ അച്ഛ നല്ലത്, ഇവിടെ വന്നപ്പം അച്ഛയായി. ഇവിടെ ലെക്ക ആൺകുട്ടിയാണ്, ഇവിടെ വന്നപ്പോൾ ലെക്കെ ആൺകുട്ടികളായി. ഇവിടെ ഹേ എന്നുള്ളത് ഹൈമായി. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് ഏകോചനവും രണ്ടാമത്തെ സെൻറ്റൻസ് ബഹുവചനമായി. ഇതപ്പോൾ വചനത്തുണ്ടാകുന്ന ചേഞ്ചുകൾ എവിടേക്കാണെന്ന് നോക്കി. ലെക്ക എന്നുള്ളത് നാമമാണ്. എന്താണ്? സംഖ്യ എന്ന് പറയും. ഹിന്ദിയിൽ സംഖ്യ എന്ന് പറയും, നൗൺ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നൗൺ. പട്ട എന്നുള്ളത് രണ്ടാമത്തെ സെൻറ്റൻസ് വന്നപ്പം പട്ടേന്നായി. ഇതാണ് വെർബാണ്, ക്രിയയാണ്. പട്ട ഹേ. ഇവിടെ ഏകോചനത്തിന് നമ്മുടെ ഹേയുടെ പ്രത്യേകത നമ്മൾ പഠിച്ചല്ലോ. ഹേ ഏകോചന സെൻറ്റൻസിൽ പ്രയോഗിക്കുന്നു, ഹേ ബഹുവചന സെൻറ്റൻസിൽ പ്രയോഗിക്കുന്നു. പിന്നീട് ചേഞ്ച് വന്നത് വഹ് എന്നുള്ളത് പ്രോനൗണാണ്, സർവനാമം. അത് ആ വഹ് എന്നുള്ളത് രണ്ടാമത്തെ സെൻറ്റൻസ് വന്നപ്പം വേ അതുപോലെ അച്ഛ എന്നുള്ളതൊരു വിശേഷണമാണ്. ഇവിടെ നാമത്തെ വിശേഷിപ്പിക്കുന്നതാണ്. ഇവിടെ ലെക്ക എന്നുള്ളതിൻ്റെ നാമമാണ്. അപ്പോഴിത് നാമവിശേഷണമാണ്. ക്രിയാവിശേഷണവും ഉണ്ട്. ഇവിടെ ക്രിയയല്ല, ഇവിടെ നാമമാണ്. നാമത്തെ വിശേഷിപ്പിക്കുന്നു. ആ വിശേഷണം താഴെ വന്നപ്പോൾ അച്ഛ എന്നുള്ളത് അച്ഛനായി. അപ്പോൾ എവിടേക്കാണ് വചനത്തിന് ചേഞ്ച് വരുന്നത്? നൗണില്, വെർബില്, പ്രോനൗണില്, പ്രോനൗണില്, അതുപോലെ വിശേഷണത്തിലും ചേഞ്ച് വന്നു. അപ്പോൾ നോക്കി, ഇവിടെ സംഖ്യ, സർവനാം, ക്രിയ, വിശേഷണം, ഈ 4 സ്ഥലങ്ങളിലാണ് ചേഞ്ച് വന്നത്. ഏതിലേക്കാണ്? ഒന്ന് സംഖ്യ, നമ്മൾ ഇജ്ഞയാണ് എഴുതുന്നെങ്കിൽ നമ്മൾ പറയുന്നത് സംഖ്യ, സജ്ഞ എന്ന് എഴുതുന്നതിൽ സംഖ്യ എന്നാണ് പറയുന്നത്. സെക്കൻഡ് എന്താണ്? ക്രിയ. മൂന്നാമത്തത് സർവനാമം. നാലാമത്തത് വിശേഷണം. ഈ 4 കാര്യങ്ങളിലാണ് ചേഞ്ച് വന്നത്. ഇപ്പോൾ ബഹുവചനത്തിന് ചേഞ്ച്, ഒരു സെൻറ്റൻസിൽ ബഹുവചനത്തിന് പ്രധാനപ്പെട്ട സ്ഥാനമാണുള്ളത്. ഈ ബഹുവചനത്തിനോ വചനത്തിന് പ്രധാന സ്ഥാനമാണുള്ളത്. അപ്പോൾ അത് ഏതൊക്കെ ഒരു സെൻറ്റൻസ് നമ്മൾ എഴുതുമ്പോൾ എവിടെയൊക്കെയാണ് ചേഞ്ച് വരുന്നതെന്നാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അപ്പോൾ ഇവിടെ ചേഞ്ച് വന്നത് സംജ്ഞ, ക്രിയ,
പ്രോനൗൺ സർവനാമം, അതുപോലെ വിശേഷണം. ഇത് സംഖ്യ, ക്രിയ, സർവനാമം, വിശേഷണം. ഇത് 4 എണ്ണത്തിനാണ് ചേഞ്ച് വന്നത്. അപ്പോൾ നമ്മൾ ഇത് എഴുതണമെങ്കിൽ ഇത് 4 എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എങ്കിലേ നമുക്ക് ഒരു സെൻറ്റൻസ് എഴുതുമ്പം ഇതിന് ചേഞ്ച് വരുത്താൻ പറ്റൂ. സംഖ്യ എന്താണെന്ന് അറിയണം, ക്രിയ എന്താണെന്ന് അറിയണം, ക്രിയ ലൈക്ക് ദിസ്. സംഖ്യ എന്താണെന്ന് അറിയണം, ക്രിയ എന്താണെന്ന് അറിയണം, സർവനാമം എന്താണെന്ന് അറിയണം, വിശേഷണം എന്താണെന്ന് അറിയണം. അപ്പോൾ നമുക്ക് ഇത് 4 പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഈസി ആയിട്ട് നമുക്കൊരു സെൻറ്റൻസിൽ വചനത്തിന് ചേഞ്ച് വരുത്തി നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അതുപോലെ വചനത്തിന് ചേഞ്ച് ചെയ്യുമ്പം എന്താണ്, സംജ്ഞയുടെ വചനം മാറും, ക്രിയയുടെ വചനം മാറും, അതുപോലെ സർവനാമത്തിൻ്റെ വചനം മാറും, വിശേഷണത്തിൻ്റെ വചനം മാറും. അത് നമുക്ക് ഓരോന്ന് എന്താണെന്ന് ആദ്യം നോക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് സംഖ്യയാണ്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ സംഖ്യ പഠിക്കും, പിന്നീട് ക്രിയ പഠിക്കും, പിന്നീട് സർവനാമം പഠിക്കും, പിന്നീട് നമ്മൾ വിശേഷണം പഠിക്കും. ഇത് 4 പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വചനം നല്ലതുപോലെ ഒരു സെൻറ്റൻസിൽ എങ്ങനെയാണ് വചനം വ്യത്യാസപ്പെടുത്തുന്നത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഓക്കെ, സംഖ്യ. ആദ്യം നമ്മൾ സംഖ്യയാണ് പഠിക്കുന്നത്. സംഖ്യ എങ്ങനെയാണ് എന്താണെന്ന് നമുക്ക് നോക്കാം. സംഖ്യ നൗൺ. നൗൺ എന്താണെന്ന് നോക്കാം. നൗൺ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നൗൺ എന്ന് പറഞ്ഞാൽ പേരായ ശബ്ദത്തിനാണ് നമ്മൾ നൗൺ സംഖ്യ എന്ന് പറയുന്നത്. ഇതിനൊക്കെ പേരുണ്ട്. സ്ഥലങ്ങൾക്ക് പേരുണ്ട്, വസ്തുവിന് പേരുണ്ട്, വ്യക്തികൾക്ക് പേരുണ്ട്, അതുപോലെ ഗുണങ്ങൾക്ക് പേരുണ്ട്, ഭാവങ്ങൾക്ക് പേരുണ്ട്. ഇതെല്ലാം പേരില്ലാത്ത ഒന്നുമില്ല. ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കൾക്കും ഓരോ പേരിലാണത് അറിയപ്പെടുന്നത്. അത് മാത്രമേ ഉള്ളൂ. സംഖ്യയിൽ നമ്മൾ അത്രേ പഠിക്കാനുള്ളൂ. പേരായ ശബ്ദത്തിനാണ് സംഖ്യ എന്ന് പറയുന്നത്. അത് ഏതൊക്കെ രീതിയിലുണ്ടെന്നും അതിനൊരു എക്സാമ്പിൾ എഴുതി നമ്മൾ ഈ ക്ലാസ്സിൽ പോകും. ഈ ക്ലാസ്സിൽ ഈ സംഖ്യ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. പേരായ ശബ്ദത്തിനാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്, സംഖ്യ എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ, സംഖ്യയുടെ ഹിന്ദിയിലെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഡെഫിനിഷൻ നോക്കി, കിസി ഏതെങ്കിലും വ്യക്തിയുടെയോ വസ്തു, സ്ഥാൻ, ഭാവ്, नामों संख्या. നമുക്ക് സംഖ്യ डेफिनेशन, किसी व्यक्ति, वस्तु, स्थान, गुण, भाव आदि के नामों को संख्या कहते हैं. ഏതെങ്കിലും വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ ഗുണത്തിൻ്റെയോ ഭാവത്തിൻ്റെയോ പേരായ ശബ്ദത്തിനാണ് നമ്മൾ സംഖ്യ എന്ന് പറയുന്നത്. വ്യക്തികളുടെ പേര് പറയാം, വസ്തുവിൻ്റെ പേരുണ്ട്, സ്ഥാനങ്ങൾക്ക് പേരുണ്ട്, ഗുണങ്ങൾക്ക് പേരുണ്ട്. ഗുണങ്ങൾ എന്താണ്? നമുക്കുള്ള ഗുണങ്ങൾ, സച്ചായി, ഈമാൻദാരി, പിന്നീട് ദോഷമായിട്ടുള്ള ഗുണങ്ങളും ഉണ്ട്, ബേഈമാനി, അതുപോലെ ക്രോധ്, സത്യ, ഇതെല്ലാം നമ്മുടെ ഗുണങ്ങളാണ്. ആ സച്ചായി ഇതൊക്കെയുള്ള ഗുണങ്ങളാണ്. അതുപോലെ പാവങ്ങൾ, ദയ, കരുണ, ക്രോധ ഗുണത്തിൻ്റെ കൂടുതൽ ദയ, കരുണ, ഇതൊക്കെ പാവങ്ങളാണ്. ഇതിൻ്റെയൊക്കെ പേരായ ശബ്ദത്തിനാണ് നമ്മൾ സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഖ്യ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ഈ പേരുകളെ നമുക്ക് 3 രീതിയിൽ തരംതിരിക്കാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ എളുപ്പമുണ്ട് അതിനെ മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് സംഖ്യ 3 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ഹിന്ദിയിൽ സംഖ്യ 3 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് വ്യക്തിവാചക സംഖ്യ, രണ്ടാമത്തത് ജാതിവാചക സംഖ്യ, 3 ഭാവവാചക സംഖ്യ. ഏതൊക്കെയാണ്? വ്യക്തിവാചക സംഖ്യ. ഫസ്റ്റ് വ്യക്തിവാചക സംഖ്യ. രണ്ടാമത്തത് ജാതിവാചക സംഖ്യ. മൂന്ന് ഭാവവാചക സംഖ്യ. ഭാവവാചക സംഖ്യ. വ്യക്തിവാചക സംഖ്യ. വാചക മീൻസ് ബദാനെ വാല, പറയുന്ന വ്യക്തികളെ കുറിച്ച് പറയുന്ന സംഖ്യകൾക്കാണ്, നൗണിനാണ് നമ്മൾ വ്യക്തിവാചക സംഖ്യ എന്ന് പറയുന്നത്. ജാതിവാചകം എന്ന് പറഞ്ഞാൽ ജാതിയെക്കുറിച്ച് പറയുന്ന നൗണുകൾക്കാണ് ജാതിവാചക സംഖ്യ എന്ന് പറയുന്നത്. ഭാവവാചക സംഖ്യ പാവങ്ങളെ കുറിച്ച് പറയുന്ന സംഖ്യകൾക്കാണ് ഭാവവാചക സംഖ്യ എന്ന് പറയുന്നത്. നമ്മൾ സംഖ്യയുടെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ ഇതെല്ലാം ഉൾപ്പെടും. ഇതിനെക്കുറിച്ചെല്ലാം ഉള്ള പേരുകൾക്കാണ് നമ്മൾ
संख्या എന്ന് പറയുന്നത്. ഒരു संख्या 3 प्रकार के हैं. വ്യക്തിവാചക സംഖ്യ, ജാതിവാചക സംഖ്യ, ഭാവവാചക സംഖ്യ. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെ ഡെഫിനിഷൻ എഴുതി എക്സാമ്പിൾ എഴുതുമ്പം ഈ സംഖ്യ എന്നുള്ള ഇത് നമുക്ക് മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ സംഖ്യയെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ. ഇതിന് പ്രോനൗൺ സർവനാമമാണ് നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കി എടുക്കാനുള്ളത്. ബാക്കി നൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് പേരായ ശബ്ദത്തിനാണ് സംഖ്യ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഡെഫിനേഷൻ എഴുതി നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പഠിക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് ഒരു ക്ലാസ് എടുക്കുന്നതേ ഉള്ളൂ ഇതിന് വേണ്ടിയിട്ട്. അല്ലാതെ പേരായ ശബ്ദത്തിനാണ് നൗണെന്ന് എല്ലാവർക്കും അറിയാവുന്നതേ ഉള്ളൂ. ഒന്നാമത്തെ നമുക്ക് എന്താക്കാം, വ്യക്തിവാചക സംഖ്യ. വ്യക്തിവാചക സംഖ്യ എന്ന് പറഞ്ഞാൽ വിശേഷപ്പെട്ട വ്യക്തികളെക്കുറിച്ചോ വസ്തുക്കളെക്കുറിച്ചോ പ്രാണികളെക്കുറിച്ചോ അറിവ് തരുന്ന ബോധം തരുന്ന പേരുകൾക്കാണ് നമ്മൾ വ്യക്തിവാചക സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കിസി, വ്യക്തി, വസ്തു, स्थान आदि के बारे और प्राणी के बारे में बताते हैं. ഏതെങ്കിലും വിശേഷപ്പെട്ട വ്യക്തികളെക്കുറിച്ചോ വസ്തുക്കളെക്കുറിച്ചോ സ്ഥാനത്തെക്കുറിച്ചോ പ്രാണികളെക്കുറിച്ചോ ബോധം തരുന്ന അതിനെക്കുറിച്ച് പറയുന്ന പേരുകൾക്കാണ് നമ്മൾ വ്യക്തിവാചക സംഖ്യ എന്ന് പറയുന്നത്. എക്സാമ്പിൾ സച്ചിൻ, ജവഹർലാൽ നെഹ്റു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേരുകൾ എഴുതാം. വസ്തുക്കൾ അതാണ് മേശ, മേസ്, കുർസി, ബോർഡ് എഴുതാം. വസ്തുക്കളുടെ നെയിം എഴുതാം. അതുപോലെ സ്ഥാൻ, ദില്ലി, മുംബൈ, പഞ്ചാബ്. ഇതുപോലെ വിശേഷപ്പെട്ട സ്ഥലങ്ങളുടെ പേരുകൾ എഴുതാം. പ്രാണികളുടെ പേര് ചെറുതും വലുതുമായിട്ടുള്ള പ്രാണികളുടെ പേര് എഴുതാം. ഹാത്തി, ജീവനുള്ള പ്രാണികൾ ഹാത്തി. ചെറിയ പ്രാണിയാണ് തിത്തലി ബട്ടർഫ്ലൈ. ഹാത്തിയുടെ എലിഫൻറ്റ്. ഘോഡ, ഹോഴ്സ്. ഇതുപോലെയുള്ള ബന്ദർ എന്താണ് മങ്കി. അതുപോലുള്ള നെയിമുകൾ എഴുതാം. അപ്പോൾ വ്യക്തിവാചക സംഖ്യ എന്ന് പറഞ്ഞാൽ വിശേഷപ്പെട്ട വ്യക്തികളെക്കുറിച്ചോ വസ്തുക്കളെക്കുറിച്ചോ സ്ഥാനങ്ങളെക്കുറിച്ചോ പ്രാണികളെക്കുറിച്ചോ ഒക്കെ ബോധം തരുന്ന നെയിമുകൾക്കാണ് നമ്മൾ വ്യക്തിവാചക സംഖ്യ എന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ജാതിവാചക സംഖ്യ. ഏതെങ്കിലും ജാതിയെക്കുറിച്ച് അറിവ് തരുന്നതിനാണ് നമ്മൾ ജാതിവാചക സംഖ്യ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമുക്ക് മനസ്സിലാവും. ലഡ്ക ബോയ് ആൺകുട്ടി, അതൊരു ജാതിയാണ്. പെൺകുട്ടി ലഡ്കി, അതൊരു ജാതിയാണ്. പിന്നീട് എന്താണ് ജാൻവർ, മൃഗങ്ങൾ. ഒരു ജാതിയെക്കുറിച്ച് ഒരു പ്രത്യേക രീതിയിലുള്ള ലഡ്കികൾ അടങ്ങുന്ന ആ ഒരു ഗ്രൂപ്പല്ല ഒരു ജാതി. ലഡ്കി എന്ന് പറഞ്ഞാൽ ആ ഒരു ജാതി. ജാൻവർ, ചിടിയ. ഇതുപോലെ ഓരോ ജാതിയിലുള്ള ഇനിയുള്ള എന്താണ് നദി. ഇതൊക്കെ ജാതി ഓരോന്നിൻ്റെയും ഓരോ പേരുകൾ, ആ ഒരു ജാതിയെക്കുറിച്ചുള്ള പേരുകൾ. അതാണ് ജാതിവാചക സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ ജാതിവാചക സംഖ്യ എന്ന് പറഞ്ഞാൽ ഒരു ജാതിയെക്കുറിച്ച് ബോധം തരുന്ന സംഖ്യക്കാണ് ജാതിവാചക സംഖ്യ എന്ന് പറയുന്നത്. കോമൺ നൗൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഭാവവാചക സംഖ്യ. ഭാവവാചക സംഖ്യ എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറഞ്ഞാൽ ഭാവത്തെക്കുറിച്ച് ബോധം തരുന്ന നൗണുകൾക്കാണ് നമ്മൾ ഭാവവാചക സംഖ്യ എന്ന് പറയുന്നത്. ഭാവോങ്കി ജാൻകാരി ദേത്തേ ഹെ, ഭാവോങ്കി ബാര്യമേൻ ജാൻകാരി ദേത്തേ ഹെ. അതാണ് ഭാവവാചക സംഖ്യ. ഭാവോങ്കി ബാര്യമേൻ ജാൻകാരി ദേത്തേ. ഭാവങ്ങളെക്കുറിച്ച് അറിവ് തരുന്നതിനാണ് നമ്മൾ ഭാവവാചക സംഖ്യ എന്ന് പറയുന്നത്. ഭാവവാചക സംഖ്യയ്ക്ക് എക്സാമ്പിള് ദയ, കരുണ, ഈമാൻദാരി ഉത്തരവാദിത്വം. ഇതൊരു ഗുണമാണ്. ഇത് ആ ഭാവവാചക സംഖ്യയിൽ ഗുണവും വരും. ഇത് പാവങ്ങൾ. ദയ, കരുണ എന്നുള്ളത് പാവങ്ങളാണ്. ഇത് ഗുണമാണ്. ഗുണങ്ങളിൽ നല്ല ഗുണവും വരാം, മോശമായിട്ടുള്ള ഗുണവും വരാം. ബേ ഈമാൻദാരി, നിരുത്തരവാദിത്വം പറയത്തില്ല നമ്മൾ, അതാണ് ബേ ഈമാൻദാരി. പിന്നീട് ഒരു അവസ്ഥകൾ ഇതിൽ വരാം. ബെച്ചിപ്പൻ, കുട്ടിക്കാലം, ബൂഠാപ്പൻ എന്താണ് വൃദ്ധാവസ്ഥ. ബൂഠാപ്പൻ ഉപയോഗിക്കണം. വൃദ്ധാവസ്ഥ. ഇങ്ങനെ
അവസ്ഥകളും ഇതിൽ വരും, ഭാവവാചക സംഖ്യയിൽ വരും. ഇനി പ്രധാനമായിട്ട് ഹിന്ദിയിൽ 3 രീതിയിലാണ് സംഖ്യകളുള്ളത്. വ്യക്തിവാചക സംഖ്യ, ജാതിവാചക സംഖ്യ, അവർ ഭാവവാചക സംഖ്യ. ഇപ്പം ഇംഗ്ലീഷിൻ്റെ പ്രഭാവത്തോടു കൂടി വേറെ 2 സംഖ്യകളും കൂടെ ഇപ്പം ഇപ്പോഴെല്ലാം കുറേ നാൾ ഇതിന് ശേഷം ഉടലെടുത്തിട്ടുണ്ട്. അതാണ് 4മത്തെയാണ് സമൂഹവാചക സംഖ്യ. എന്നുവെച്ചാൽ സമൂഹത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് സമൂഹവാചക സംഖ്യ. സമൂഹവാചക സംഖ്യ എന്ന് പറഞ്ഞാൽ സമൂഹത്തെ ബാല്യമേ ജാൻകാരി ദേത്തേ ഹി, സമൂഹക്ക് ജാൻകാരി ദേത്തേ ഹി. ഒരു സമൂഹത്തെക്കുറിച്ചുള്ള അറിവ് തരും നമുക്ക്. അത് നോക്കി വക്കീൽ എന്ന് പറഞ്ഞ വക്കീലന്മാരുടെ ഒരു സമൂഹമാണ്. അതുപോലെ ഛാത്ര, അധ്യാപകർ അവരുടെ ഒരു കൂട്ടമാണ് അധ്യാപകർ. അതുപോലെ ചുണ്ട് എന്ന് പറഞ്ഞ കൂട്ടം. ഇങ്ങനെ സമൂഹത്തെക്കുറിച്ച് ബോധം തരുന്നതിനാണ് നമ്മൾ സമൂഹവാചക സംഖ്യ എന്ന് പറയുന്നത്. 5മത്തത് ദ്രവ്യവാചക സംഖ്യ. ദ്രവ്യവാചക സംഖ്യ എന്ന് പറഞ്ഞാൽ ദ്രവപദാർത്ഥങ്ങളെക്കുറിച്ചും ധാതുക്കളെക്കുറിച്ചും അറിവ് തരുന്നതാണ് ദ്രവ്യവാചക സംഖ്യ. ദ്രവപദാർത്ഥത്തെക്കുറിച്ചും ധാതുക്കളെക്കുറിച്ചുമുള്ള അറിവ് നമ്മൾക്ക് തരുന്നു ദ്രവ്യവാചക സംഖ്യ. അതിന് എക്സാമ്പിൾ ദ്രവ്യപദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ദൂത്ത്, ഘീ, തേൻ, എണ്ണ മുതലായവ. അതുപോലെ ധാതുക്കളിൽ പെടുന്നത് സോന, സ്വർണം. ദ്രവ്യവാചക സംഖ്യ എന്ന് 5മത്തെ ഒരു ഐറ്റം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പഠിച്ച മനസ്സിലായില്ലേ? എന്താണ്? സംഖ്യയെക്കുറിച്ചാണ്. സംഖ്യ മീൻസ് നൗണിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അത് നൗണിനെ കുറിച്ച് പഠിക്കാൻ കാരണം നമ്മൾ ഒരു സെന്റൻസിൽ എവിടെയൊക്കെയാണ് വചനത്തിന് ചേഞ്ച് വരുന്നതെന്നാണ് നമ്മൾ നോക്കി നൗൺ ആദ്യം പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? സംഖ്യ എന്ന് പറഞ്ഞാൽ നൗണ് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ ഭാവത്തിൻ്റെയോ പേരായ ശബ്ദത്തിനാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. ആദ്യം നൗണിന് 3 രീതിയിലുണ്ട്: വ്യക്തിവാചക സംഖ്യ, ജാതിവാചക സംഖ്യ, ഭാവവാചക സംഖ്യ. അപ്പോഴത് ഓരോന്നും എന്താണെന്നും അതിൻ്റെ നിയമങ്ങളുമാണ് നമ്മൾ പഠിച്ചത്. 4ഉം 5ഉം വേറെ 2 സംഖ്യകളുണ്ട്. എന്താണ്? സമൂഹവാചക സംഖ്യയും ദ്രവവാചക സംഖ്യയും. അതിനെക്കുറിച്ചുള്ള എക്സാമ്പിളും അതെന്താണെന്നുമാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ സംഖ്യ നൗൺ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നൗണൊന്നുമില്ല, പേരായ ശബ്ദത്തിനാണ് നമ്മൾ നൗണെന്ന് സംഖ്യയെന്ന് പറയുന്നത്. അപ്പോൾ പ്രോനൗൺ മുതലാണ് നമുക്ക് ഒന്നുകൂടെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടത്. അതും ഈസിയാണ്. നമ്മൾ ഓരോ ക്ലാസ്സും പഠിപ്പിക്കുമ്പോൾ നമുക്കത് നല്ലതുപോലെ എക്സാമ്പിളൊക്കെ എഴുതുമ്പോഴത്തേക്കും മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ എൻ്റെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.